ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മലബാർ ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഞാൻ ചിക്കന് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തതിന് ശേഷമാണ് മസാല തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ആവശ്യമായ സാധനങ്ങൾ 2 കപ്പ് കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി, 2 ടീസ്പൂൺ നെയ്യ്, പാകത്തിന് ഓയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനും ചോറ് വെക്കാനൊക്കെ ഉള്ള, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ 2 മീഡിയം സൈസ് സവാളയും 2 മീഡിയം സൈസ് തക്കാളിയും നീളത്തിലരിഞ്ഞത്, ഒരു 4-5 പച്ചമുളക്, 5-8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, പുതിനയില, ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞ് ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ ഒരു മീഡിയം സൈസ് ചിക്കൻ ഒത്ത വലുപ്പത്തിൽ മുറിച്ചെടുത്ത് ചെറുനാരങ്ങ നീരും മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തത്. ഡീപ്പ് ഫ്രൈ അല്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് ചെറുതായി ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിൽ 3 കപ്പ് വെള്ളം പിന്നെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മസാലക്കൂട്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യും 2 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പില ചേർക്കുന്ന സമയത്ത് ചോറിന് നല്ല ഫ്ലേവർ കിട്ടും. അതുപോലെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കഴുകി വച്ചിരിക്കുന്ന അരി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 10-20 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചോറ് വെന്ത് വരുന്ന സമയം കൊണ്ട് മസാല തയ്യാറാക്കാം. ഫ്രൈ ചെയ്ത ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾ അതിൽ തന്നെയാണ് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഒന്ന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾ അധികം ചേർക്കേണ്ട, നമ്മളുടെ മസാലയുടെ കളറങ്ങ് മാറിപ്പോവും. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി ചെറുതായി ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും മസാലയിൽ നന്നായി ഇതാവാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ചിക്കൻ വേവാൻ ആവശ്യത്തിന് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു 1/2 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. 1/2 മണിക്കൂർ വേവിച്ചെടുത്തതിന് ശേഷം നമ്മളെ ചിക്കനൊക്കെ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് ഇത് ദമ്മ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും
മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് ഞാൻ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരുന്നു. അത് ഇട്ട് കൊടുത്ത് അതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും അതിന് മേലെ നമ്മൾ ചെറുനാരങ്ങ നീരിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് റോസ് വാട്ടറും ആഡ് ചെയ്തതും ചേർത്ത് ഇളക്കി വെച്ചത് ചേർത്തു. അതിനുശേഷം അതിന് മേലെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത കൂട്ടും ചേർത്ത് പിന്നെയും നമുക്കിങ്ങനെ ചോറ് ലെയറായിട്ട് ചെയ്തെടുക്കാം. അതായത് മഞ്ഞളുടെയും ചെറുനാരങ്ങൻ്റെയും കൂട്ടും അതിൻ്റെ മേലെ സവാള ഫ്രൈ ചെയ്ത കൂട്ടും ചേർത്ത് ഇങ്ങനെ നമുക്ക് ലെയറാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ച് നമുക്ക് ഒരു ചപ്പാത്തി കല്ല് പോലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ച് അതിന് മേലേക്ക് നമുക്ക് നമ്മളുടെ ബിരിയാണി വെച്ച ചെമ്പ് എടുത്ത് വെച്ച് അടച്ച് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ദമ്മ് ചെയ്തെടുക്കാം. നമുക്കൊരു 1 മണിക്കൂറിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ തലശ്ശേരി ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ചോറ് സെപ്പറേറ്റ് ആക്കി വെച്ച് മസാല ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ചോറ് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം മസാല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. മസാല ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചോറും അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മസാല ചേർത്ത് കൊടുത്ത് അതിന് മേലെ നമ്മൾ ചെയ്ത ചോറ് ഇട്ട് കൊടുക്കാം. നല്ല ചോറിട്ട് കൊടുത്ത് നമ്മൾക്ക് അതിന് മേലെ മല്ലിയിലയും സവാള പൊരിച്ചതും ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്ന് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ മലബാർ ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.